നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. വിജ്ഞാപനം ഉടനിറക്കും. നടപടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച്. സർക്കാരിൽ വിശ്വാസമെന്നും ഗൂഢാലോചന അടക്കം പുറത്തുവരാനുണ്ടെന്നും നവീന്റെ കുടുംബം. രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അനുഭവിച്ചത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരത. കുഞ്ഞിന്റെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചതടക്കം 51 മുറിവുകൾ. കുറ്റം സമ്മതിച്ച് രണ്ടാനച്ഛനായ അഷ്കർ. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധവും കയ്യേറ്റവും. അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കുട്ടിയുടെ മുത്തശ്ശൻ സുനിൽകുമാർ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. നവാഗതരെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. സംസ്ഥാനതല പ്രവേശനോത്സവം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവങ്ങളിൽ സൈബർ സുരക്ഷ പ്രതിജ്ഞ ചൊല്ലും. സംസ്ഥാനത്ത് മഴ കനക്കും. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം ബുധനാഴ്ച എത്താൻ സാധ്യത. വയനാട് ചുരത്തിൽ മരം കടപുഴകി വീണു. വൻ ഗതാഗത തടസ്സം. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം തേടി ഭക്തജന പ്രവാഹം. IPL-ൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് വിടുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം വൈകാതെയുണ്ടാകും. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. മുൻ LDF സർക്കാർ CBI അന്വേഷണത്തെ ശക്തമായി എതിർത്തിരുന്ന സ്ഥാനത്താണ് പുതിയ സർക്കാർ കേസ് CBIക്ക് വിടുന്നത്. അന്വേഷണത്തോടൊപ്പം നവീന്റെ മൂത്ത മകൾക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് സംസാരിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന് ആശ്വാസമേകുന്ന നടപടിയുണ്ടായത്. ഇത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും മുഖ്യമന്ത്രി നൽകിയ വാക്കുപാലിച്ചതിൽ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അതെ, വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത കുറ്റമറ്റ അന്വേഷണം വേണമെന്നതിനാലാണ് CBI ആവശ്യപ്പെട്ടതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. തങ്ങൾ ഉന്നയിച്ച 30-ലേറെ സംശയങ്ങൾ CBI അന്വേഷിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ പോരായ്മകളും കണ്ടെത്തി CBI നല്ല രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും പ്രവീൺ പറഞ്ഞു. ഒരു താല്പര്യങ്ങളില്ലാത്തൊരു സർക്കാരും അല്ലെങ്കിൽ അന്വേഷണ സംഘമാണ് ഇതിനകത്ത് വേണ്ടത്. ആരോടും പാർഷ്യലാവരുത്, ഇമ്പാർഷ്യലായിരിക്കണം. വളരെ നീതിയുക്തമായിട്ട് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമുക്കത് ആവശ്യമാണ്. എല്ലാ കാരണം മരണകാരണം ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് തുടക്കം തൊട്ട്. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണം. ശരിയായ റിസൾട്ട് ഞങ്ങൾക്ക് വേണം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും സർക്കാരും പാർട്ടിയും കുടുംബത്തിനൊപ്പമാണെന്നും റാന്നി MLA പഴകുളം മധുവും വ്യക്തമാക്കി. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ജയരാജൻ CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും ഇനിയൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ഈ ഗതി വരാൻ പാടില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. ജയരാജന് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് വടിയിൽ ഭയക്കേണ്ടി വരുന്നത്. നവീൻ ബാബുവിന് നീതി ലഭിക്കും. ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇതേപോലൊരു ഗതി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത UDF സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട നവീന്റെ കുടുംബം ദീർഘനാളായി രംഗത്തുണ്ടായിരുന്നെങ്കിലും മുൻ സർക്കാർ ഇതിനെ കോടതിയിലടക്കം ശക്തമായി എതിർക്കുകയായിരുന്നു. CBI അന്വേഷണം എത്തുന്നതോടെ കേസിൽ നീതി ലഭിക്കുമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം കരുതുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിയതാണെന്ന് MV ജയരാജൻ. ഏത് അന്വേഷണം നടന്നാലും നീതിപൂർവ്വമായിരിക്കണം. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറരുത്. കുറ്റാരോപിതർക്കും നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കോടതിക്കുമാണ് ഉത്തരവിലൂടെ ഒരു കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള അധികാരമുള്ളത്. അന്വേഷണം നീതിപൂർവമായിരിക്കണം.
രാഷ്ട്രീയ വേട്ടക്കുള്ള ഉപകരണമായി മാറാൻ പാടില്ല. നമ്മുടെ അനുഭവം രാഷ്ട്രീയ വേട്ടക്കായി കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. നവീൻ ബാബു കേസിൽ CBI അന്വേഷണത്തിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. VD സതീശന് സ്വന്തം ഏജൻസിയായ വിജിലൻസിനേക്കാൾ വിശ്വാസം CBI ആണോ എന്നും രാഗേഷ് ചോദിച്ചു. CBI വന്നാൽ ഒരാശങ്കയും CPM-നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഹൈക്കോടതിയിൽ നേരത്തെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അത് ഹൈക്കോടതി തള്ളിയതാണ്. അതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീലും നൽകി. ആ അപ്പീലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയതാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തള്ളിയ ഒരാവശ്യം VD സതീശൻ ഉത്തരവിലൂടെ ആവശ്യപ്പെടുമ്പോൾ സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ പങ്കാളി അഷ്കർ. അഷ്കറിന്റെ ക്രൂരമായ മർദ്ദനത്തിലാണ് കുട്ടി മരിച്ചത്. അഷ്കർ താമസിച്ച വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. അഷ്കറിന് നേരെയുണ്ടായ നാട്ടുകാരുടെ രോഷപ്രകടനം സ്ഥലത്ത് നേരിയ സംഘർഷത്തിന് കാരണമായി. 1.5 വയസ്സുകാരനെ താൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായാണ് കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ പോലീസിനോട് സമ്മതിച്ചത്. മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവത്തിലാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 51ഓളം മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട്. കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുള്ളതിനാൽ അഖിലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കുറ്റസമ്മതത്തെ തുടർന്ന് അഷ്കറിനെ കുട്ടിയുമായി താമസിച്ച വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനായി എത്തിക്കവേ നാട്ടുകാരുടെ രൂക്ഷമായ രോഷപ്രകടനമാണ് ഉണ്ടായത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. അഷ്കറിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6ഓളം കേസുകളുള്ളതായി നാട്ടുകാർ പറയുന്നു. കുട്ടിയെ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇവന്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആദ്യ ഭാര്യ ഇവൻ നിയമപരമായിട്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് പാലോടെന്ന്. ആ കുട്ടിയെ ആറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ട് നിരന്തരമായി ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. നിലവിൽ 5ഓളം കേസുകൾ ഇവന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇരുവർക്കും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്നിവിടെ ഈ നാട്ടുകാർ ലോഷാകുലരായത് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റൂല. 4 3 മാസം കഴിഞ്ഞ് ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും. വീണ്ടും ഒരു കുട്ടിക്ക് ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറാകാത്തതിൽ അഷ്കറിന്റെയും അഖിലയുടെയും ഡാൻസ് ടീച്ചറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് കുഞ്ഞിന്റെ പിതാവ് അഖിലിന്റെ അച്ഛനും ആവശ്യപ്പെട്ടു. ഈ അസ്കറും ഈ അനു ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ഈ അനു ടീച്ചർ ഇതേവരെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇവരെ വിളിച്ചത് കൊണ്ടുവരണം. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെടുമങ്ങാട് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പഴുതുകളില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. നെഞ്ചുലയ്ക്കുന്നതാണ് സംഭവം. സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മരവിപ്പിക്കുന്ന വാർത്തയാണ് നെടുമങ്ങാട് നമ്മൾ കേട്ടത്. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ഛൻ ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണല്ലോ. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, ആ വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയുക, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ ഇനി വേനലവധിക്ക്
അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തിയാണ് നവാഗതരെ വരവേൽക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പരിഷ്കരിച്ച +1 പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് നൽകേണ്ട പരിശീലനം വൈകിയതിലും ഓൺലൈൻ ആക്കിയതിലും പരാതിയുമായി അധ്യാപക സംഘടനകൾ രംഗത്ത്. അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിംഗ് SCERT നിസാരവൽക്കരിച്ചു എന്നാണ് ഉയരുന്ന പരാതി. ജൂൺ 2-നാണ് നിലവിൽ ഓൺലൈൻ പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. ഭാഷാവിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ്, ജേർണലിസം, ഗാന്ധിയൻ പഠനം, ഹോം സയൻസ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ +1 വിഷയങ്ങളുടെ 41 പാഠപുസ്തകങ്ങളാണ് SCERTയുടെ നേതൃത്വത്തിൽ പരിഷ്കരിച്ചത്. 15 വർഷത്തിനു ശേഷമാണ് പാഠപുസ്തക പരിഷ്കരണമുണ്ടായത്. എന്നാൽ മാറുന്ന പുസ്തകങ്ങൾ സംബന്ധിച്ച് അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിംഗ് SCERT നിസാരവൽക്കരിക്കുന്നതായാണ് നിലവിലുയരുന്ന പരാതി. പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ ഈ വരുന്ന ജൂൺ 2-ന് ഓൺലൈനായി മാത്രമാണ് അധ്യാപകർക്ക് പരിശീലനം ഒരുക്കിയതെന്നാണ് നിലവിലുയരുന്ന വിവാദം. LDF സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പാഠപുസ്തകം മാറ്റാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പെത്തിയതോടെ ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ വൈകിപ്പിച്ചതായി ആരോപണമുണ്ട്. ഇതോടെ അവധിക്കാലത്ത് നടത്തേണ്ട പരിശീലനം സ്കൂൾ തുറന്ന ശേഷം ഓൺലൈനായി നടത്തേണ്ട അവസ്ഥയായി. ഇതിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപകർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. വേണ്ടത്ര ഗൗരവത്തോടുകൂടി അക്കാദമിക മേഖലയെ ഇവർ സമീപിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ പാഠപുസ്തകം വരുമ്പോൾ ആ പുതിയ പാഠപുസ്തകം എന്താണെന്നും അതിനുള്ള സമീപനം എന്താണെന്നും ആ പുസ്തകം ഏത് തരത്തിലാണ് ട്രാൻസാക്ട് ചെയ്യപ്പെടേണ്ടതെന്നും അതിൻ്റെ ഇവാലുവേഷൻ ഏതൊക്കെ രീതികളിലായിരിക്കും എന്നുള്ളതടക്കമുള്ള ധാരണ അധ്യാപകർക്ക് കിട്ടുക ഈ പരിശീലന പരിപാടികൾ കൂടിയാണ്. ഇത് കേവലമായ ഓൺലൈൻ പരിപാടിയായി കാട്ടിക്കൂട്ടൽ നടത്തുമ്പോൾ അത്യന്തികമായി ഇതിൻ്റെ ഇരകളായിട്ട് മാറുക കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹമാണ്. ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ പുസ്തകം മാറുമ്പോൾ അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിംഗ് ഓൺലൈനായി നടത്തിയിട്ടില്ല. ഓൺലൈൻ ട്രെയിനിങ്ങിൽ അധ്യാപകർ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും കഴിയില്ല. മുൻ സർക്കാർ രാഷ്ട്രീയം നോക്കി നിയമിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും SCERTയിൽ തുടരുന്നതെന്നും ഇവരാണ് ഇത്തരം വീഴ്ചയ്ക്ക് പിന്നിലെന്നും ഭരണപക്ഷ അനുകൂല അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. നിരോധിത ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി തിരുവനന്തപുരം നഗരസഭ. സ്കൂളുകൾക്ക് സമീപം പെട്ടിക്കടകളിലും ബങ്കുകളിലുമായി വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. നഗരസഭയും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. തിരുവനന്തപുരം ഉള്ളൂർ മുതൽ ആക്കുളം വരെ സ്കൂൾ പരിസരങ്ങളും പൊതു ഇടങ്ങളും കേന്ദ്രീകരിച്ചാണ് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ നഗരസഭ പരിശോധന നടത്തിയത്. ഇവിടങ്ങളിൽ നിന്നും ബങ്കുകളിലും പെട്ടികളിലും ഒളിപ്പിച്ച ലഹരി വസ്തുക്കൾ കണ്ടെത്തി പിടിച്ചെടുക്കുകയും ബങ്കുകൾ പൊളിച്ചുമാറ്റുകയും ചെയ്തു. നഗരത്തിൽ ലഹരി കച്ചവടം നടത്തുന്ന വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ലഹരിയുടെ അടിവേരിറക്കും വരെ പോരാട്ടം ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയയുടെ മുഴുവനും ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് കച്ചവടം നടത്തുന്നത്, അവരുടെ അടിവേരർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോലീസിന് സറണ്ടറായി ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല, അല്ലെങ്കിൽ ശക്തമായ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മധുര പലഹാരങ്ങൾ പോലെ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന ഒരാളിനെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഴാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. നഗരസഭ ഹെൽത്ത് സ്ക്വാഡും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കേശവദാസപുരം പട്ടം ഭാഗങ്ങളിലും പ്രത്യേക സംഘം പരിശോധന നടത്തി. സ്കൂൾ തുറക്കലിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും നഗരസഭയുടെ പരിശോധന കർശനമാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുട്ടനാട് MLA റെജി ചെറിയാനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് G. സുധാകരൻ MLA. ഒരാഴ്ച മുമ്പ് തന്നെ അറിയിക്കാതെ റെജി ചെറിയാൻ തോട്ടപ്പള്ളി പുഴയും സ്പിൽവേയും സന്ദർശിച്ചതാണ് സുധാകരനെ ചോടിപ്പിച്ചത്. സമ്പത്തിന്റെ അഹങ്കാരമാണ് റെജി ചെറിയാനെന്ന് സുധാകരൻ പറഞ്ഞു. അഹങ്കാരം സാധാരണ MLA ആണ് ചെയ്യത്തില്ല. സമ്പത്ത് അതൊന്നും അമ്പലപ്പുഴക്കാരോട് വേണ്ട. അതൊന്നും അങ്ങനെ പറയാം. കഷ്ടം നോക്കണം. അത് ഇതൊന്നും അല്ല. ഒരു MLA മേൽ വേറൊരു MLA അധികാരം സ്ഥാപിക്കുന്ന ഇവിടെ വേണ്ടില്ല. അതും ആദ്യമായിട്ട് വരുന്ന 20 വർഷം MLA ആയി പരിചയമുള്ള ഒരാളോടാണ്. ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പൊ ഈ കരിമണൽ ഇതിന് വല്ല ബന്ധമുണ്ടോ? ഇപ്പോൾ അവിടെ മുറിക്കാൻ പറയുന്നുണ്ട്. അത് ഞാൻ സംശയിച്ചു.
അപ്പൊ ഇറിഗേഷൻ ഓഫീസിലെ ബന്ധപ്പെട്ട എഞ്ചിനീയർ എന്നെ കാണുന്നു. സാറേ, ഇത് അഴിമതിയാണ്, മണൽ കച്ചവടത്തിന് വേണ്ടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രനെതിരെ വിമർശനവുമായി G സുധാകരൻ MLA. തിങ്കളാഴ്ച നടക്കുന്ന സ്കൂൾ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മാത്രം ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവിനെതിരെയാണ് സുധാകരൻ രംഗത്തെത്തിയത്. തലയിൽ ചെളിയുള്ളവർ മാത്രം ഇറക്കുന്ന ഉത്തരവാണ് ഇതെന്നായിരുന്നു സുധാകരന്റെ വിമർശനം. തലയിൽ ചെളിയുള്ളവർ മാത്രം ഇറക്കുന്ന ഒരു സർക്കുലർ. കാരണം എല്ലാ പ്രവേശനോത്സവങ്ങളും ആ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ മേലാണ് ഈ ഡിവിഷൻ മെമ്പർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾ ഇന്ത്യൻ, അതിന്റെ മുകളിലാണ് ഞാൻ. ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് പോലും തൊടിയിക്കാൻ പാടില്ല. MP-മാരെ അടുപ്പിക്കരുത്, MLA-മാരെ അടുപ്പിക്കരുത്, പഞ്ചായത്ത് പ്രസിഡന്റിനെ അടുപ്പിക്കരുത്, മെമ്പർമാരെ ജില്ലാ പഞ്ചായത്തോ അടുപ്പിക്കരുത്. പിന്നാലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉദ്ഘാടനം തൃശൂർ കുന്നംകുളത്തെ വൃക്കരോഗബാധിതനെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന പരാതിയിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അമൃത വാർത്തകൾക്ക് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. കുന്നംകുളം പാറയംപാടം സ്വദേശി സഞ്ജയ് രാജിനെ കബളിപ്പിച്ച് ഇടനിലക്കാർ പണം തട്ടിയ സംഭവത്തിലാണ് നടപടി. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി വിവിധ രോഗങ്ങളാൽ ശാരീരികമായും മാനസികമായും വലിയ പ്രതിസന്ധിയിലാണ് കുന്നംകുളം പാറയംപാടം സ്വദേശിയായ സഞ്ജയ് രാജ്. 44 വയസ്സിനിടയിൽ 2 തവണ ഹൃദയസ്തംഭനമുണ്ടായി. വൃക്കരോഗബാധിതനായതിനാൽ 1.5 വർഷമായി ഡയാലിസിസ് നടത്തിവരുന്നു. ഇതിനിടയിൽ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട് ചികിത്സയും തേടി. അവിവാഹിതനായ സഞ്ജയ് സഹോദരങ്ങളുടെ കരുതലിലാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടതോടെയാണ് സഞ്ജയ് കുടുംബോഹരിയായി ലഭിച്ച 35 സെന്റ് ഭൂമിയിൽ 15 സെന്റ് വസ്തു വിൽക്കാൻ തീരുമാനിച്ചത്. പരിചയക്കാരനായ വെങ്കിടങ്ങ് സ്വദേശി സാജനെ ഇതിനായി ചുമതലപ്പെടുത്തി. വസ്തു വിൽപ്പനയ്ക്ക് ഇടനില നിന്ന സാജൻ ഇയാളുടെ പരിചയത്തിലുള്ള അമലനഗർ സ്വദേശി ബക്കറിനെ കച്ചവടത്തിൽ ഇടപെടുത്തി. മലപ്പുറം സ്വദേശിയായ സൂര്യകലയ്ക്ക് ഇവർ ചേർന്ന് ഭൂമി വിൽപ്പന നടത്തിയെങ്കിലും കരാർ വ്യവസ്ഥ പ്രകാരമുള്ള പണം നൽകാതെ ഇടനിലക്കാർ കബളിപ്പിച്ചതായാണ് സഞ്ജയുടെ പരാതി. ഭൂമി വിൽപ്പനയുടെ പ്രതിഫലമായി സെന്റിന് 8 ലക്ഷം രൂപ വീതം നൽകാമെന്നും വിൽപ്പനയ്ക്ക് മുന്നോടിയായി ചികിത്സാ കാര്യങ്ങൾക്ക് 15 ലക്ഷം രൂപ നൽകാമെന്നുമായിരുന്നു വ്യവസ്ഥ. എന്നാൽ 2024 ഡിസംബർ 31 വസ്തു വിറ്റ് എതിർ പാർട്ടിയായ സൂര്യകലയിൽ നിന്നും പണം വാങ്ങിയ ഇവർ സഞ്ജയ്ക്ക് 3.5 ലക്ഷം രൂപ മാത്രമാണ് നൽകിയത്. തുടർന്ന് പല ഘട്ടങ്ങളിലായി ഇടനിലക്കാരോട് സഞ്ജയ് പണം ആവശ്യപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ ഇടനിലക്കാർ ഒഴിവാക്കുകയായിരുന്നു. സഞ്ജയുടെ ദുരവസ്ഥ അമൃത വാർത്തകളിലൂടെ പുറത്തു വന്നതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. പരാതിയിൽ അന്വേഷണം നടത്താൻ തൃശൂർ റൂറൽ SP-ക്ക് നിർദ്ദേശം നൽകി. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ അംഗം V. ഗീതയുടെ ഉത്തരവുണ്ട്. പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തൃശൂരിൽ നടക്കുന്ന സിറ്റിംഗിലും കമ്മീഷൻ കേസ് പരിഗണിക്കും. അമൃത ന്യൂസ്, തൃശൂർ. ടിനി ടോം സാമൂഹ്യ വിപത്തെന്ന് അൻസിബ ഹസൻ. തന്നോട് മാത്രമല്ല ടിനി ടോം തെറ്റ് ചെയ്തത്, സമൂഹത്തിനോട് കൂടിയാണ്. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം. ടിനിക്കെതിരായ പരാതിയുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ വ്യക്തമാക്കി. നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI-ക്കുമെതിരായ പരാതിയിൽ SP-ക്ക് മുന്നിൽ മൊഴി നൽകാനെത്തിയപ്പോഴായിരുന്നു അൻസിബയുടെ പ്രതികരണം. നാളെ 11 മണിക്ക് ലക്ഷ്മിപ്രിയയോട് ഹാജരാകാനാണ് പോലീസ് നിർദ്ദേശം. നടൻ ടിനി ടോമിനെതിരായ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അൻസിബ ഹസൻ. ടിനി ടോം ഒരു സാമൂഹ്യ വിപത്താണ്. തന്നോട് മാത്രമല്ല പൊതുസമൂഹത്തിനോട് കൂടിയാണ് അദ്ദേഹം തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കണമെന്നും അൻസിബ പറഞ്ഞു. തന്നെ കേൾക്കാൻ നിഷ്പക്ഷമായ കമ്മിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ അമ്മ നേതൃത്വം അനുകൂല സമീപനം സ്വീകരിച്ചിട്ടില്ല. ആരോപണ വിധേയർ തന്നെ പരാതി കേൾക്കുന്നത് തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും അൻസിബ വ്യക്തമാക്കി. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. ആ ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകാതെ വെച്ചു. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്. നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറിയിരുന്നു. ഈ പരാതിയിൽ തൃക്കാക്കര ACP അൻസിബയെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തി. നാളെ 11 മണിക്ക് ലക്ഷ്മിപ്രിയയോട് ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയുടെ പരാതിയിന്മേൽ തന്നെ വിളിച്ചുവരുത്തിയപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അവഹേളിച്ചെന്നാണ് അൻസിബയുടെ പരാതി. പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുന്ന ആലുവയിലെ നീന്തൽ പരിശീലകൻ സജീവ് വളാശ്ശേരിയെ മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസ്ട്രോ കേരളയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകർക്കൊപ്പം മൻ കി ബാത്ത് 134-ാം എപ്പിസോഡിന്റെ ശ്രോതാവായി.
केरलम के आलुवा में साजी वला शेरिल जी ऐसा ही एक स्विमिंग क्लब चला रहे हैं। अब तक 15,000 से ज्यादा लोग यहाँ तैरना सीख चुके हैं। കുട്ടികൾക്കും മുതിർന്നവർക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുന്ന ആലുവ സ്വദേശി സജി വളാശ്ശേരിയുടെ നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിലൂടെ രാജ്യത്തിന് പരിചയപ്പെടുത്തി. സജിയുടെ ജീവിതം പ്രചോദനവും പാഠവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലുവ മണപ്പുറത്തിന് സമീപം വളാശ്ശേരി റിവർ ക്ലബ്ബ് എന്ന പേരിലാണ് സജി നീന്തൽ പരിശീലനം നടത്തുന്നത്. പ്രായഭേദമന്യേ 15,000-ലധികം ആളുകളെ ഇതിനോടകം നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ വാന നിരീക്ഷക കൂട്ടായ്മയായ ആസ്ട്രോ കേരളയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है। यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं। കായിക താരങ്ങളായ ഗുരേന്ദർ വീർ, അനിമേഷ് എന്നിവരുമായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. സുഹൃത്തുക്കളായ ഇരുവരും പരസ്പരം മത്സരിക്കുന്നത് രാജ്യത്തിനു വേണ്ടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയതയ്ക്കും സേവന മനോഭാവത്തിനും പ്രാധാന്യം നൽകുന്ന തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കും. മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപിലേക്കും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കും. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. താമരശ്ശേരി ചുരത്തിൽ വൻ മരം കടപുഴകി വീണു. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മരം വെട്ടിമാറ്റാൻ ശ്രമങ്ങൾ തുടരുന്നു. കാലവർഷം പടിവാതിൽക്കലെത്തി നിൽക്കെ വലിയ ആശങ്കയിലാണ് എറണാകുളം ജില്ലയിലെ തീരദേശവാസികൾ. കിടപ്പാടം ഉൾപ്പെടെ കടലെടുക്കുമെന്ന ഭീതിയിലാണ് കണ്ണമാലിയിൽ ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത്. താൽക്കാലിക സംരക്ഷണമെന്ന നിലയിൽ സർക്കാർ നിരത്തിയ മണ്ണ് നിറച്ച ചാക്കുകൾ നശിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ് ഇപ്പം? നമുക്ക് എങ്ങോട്ടും പോകാനൊരിടവില്ല. പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോകാനാണ്? നമ്മൾ പേരയാണെങ്കിലും നല്ല പഴക്കമുള്ള പേരയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വീഴുക ഇല്ല എന്നുള്ളൊരു പേടിയാണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭീതിയും ആശങ്കയുമായാണ് ഈ തിരമാലകൾ തീരദേശവാസികളുടെ വീടുകൾക്ക് സമീപത്തേക്ക് ഇരച്ചു കയറുന്നത്. കാലങ്ങളായി താൽക്കാലിക പരിഹാരം മാത്രമാണ് സർക്കാരുകൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. കണ്ണമാലി, ചെറിയ കടവ് പ്രദേശങ്ങളിലാണ് കടലാക്രമണ ഭീതി രൂക്ഷമായി നിലനിൽക്കുന്നത്. മണൽ നിറച്ച ജിയോ ബാഗുകൾ നിരത്തിയിരുന്നെങ്കിലും കനത്ത വേനൽ ചൂടിൽ അവ പൊട്ടിപ്പൊളിഞ്ഞു. പകരം സംവിധാനത്തിനായി ചെളി കലർന്ന മണ്ണ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസം തന്നെ കടൽ കയറി തുടങ്ങും. അതുകൊണ്ട് എത്രയും വേഗത്തിൽ പുതിയ ബാഗുകൾ സ്ഥാപിക്കേണ്ടി വരും. നടപടി വേഗത്തിലായില്ലെങ്കിൽ വീടുകളിലേക്ക് ചെളിവെള്ളവും എത്തും. ഓരോ മഴക്കാലവും ദുരിതപൂർണമാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് കണ്ണമാലി നിവാസികൾ. കടൽ കയറ്റം കഴിഞ്ഞാലേ ഇപ്പോഴും ഞങ്ങൾ മുങ്ങിപ്പോയി. ഇവിടെ മാത്രമല്ല, കണ്ണമാലി കിഴക്കേ സ്കൂൾ വരെ, കണ്ണമാലി പഴയ സ്കൂൾ വരെ മുങ്ങിപ്പോയി. ഇവിടെ നിന്ന് ഇവിടെ എന്ന് പറഞ്ഞത് ഈ പടിഞ്ഞാറ് വശമൊന്നും ഇല്ലാതെ എൻ്റെ പേര് ഇടുകയാണ്. മഴയും കടലും ശക്തമാകും. കടലിളകണമല്ല, കടലിളകിയാൽ അത് എല്ലാ വർഷവും ഉള്ളതാണ്. കടലിന് ഇളക്കം ഉള്ളതാണ്. അത് ഇളകും. ആ സമയത്താണ് വരുന്നത്. അവിടെ ഒന്നുമില്ല. പടിഞ്ഞാറ് വേഗം ഉറഞ്ഞു പോയിരിക്കണമാണ്. ഒരു ജനൽപ്പൊക്കം വെള്ളം മിനിമം കയറും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടലേറ്റത്തിന് ഒരു 5 വീടോളം ഇവിടെ നഷ്ടപ്പെട്ടു. അവർക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ല എന്നാണ്. നമുക്ക് എന്തോ നിസ്സാര ധനസഹായം എന്തോ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മണ്ണ് ചാക്കിൽ നിർത്തിയാലും കടൽ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സിൽ വരുമ്പോഴത്തേക്കും ഇത് താങ്ങി നിൽക്കാനായിട്ടുള്ള ഇതുണ്ടാവത്തില്ല. ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്കും അതെല്ലാം ഇടിഞ്ഞ് താഴ്ത്ത് വീഴുക. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു ജൂലൈ തീരുന്നവരെ എന്തായാലും ഉണ്ടാവും. മിക്ക ദിവസങ്ങളിലും ഇത് തന്നെ ആയിരിക്കും. ന്യൂനമർദ്ദം, കാറ്റ്, ഒഴുക്കിന്റെ ദിശ എന്നിവയ്ക്കനുസരിച്ചായിരിക്കും കടൽക്ഷോഭത്തിന്റെ ശക്തി വ്യക്തമാകുക. കൊച്ചിൻ പോർട്ട് കുഴിച്ചെടുത്ത മണ്ണ് തീരക്കടലിൽ നിക്ഷേപിച്ചാൽ ഒരു പരിധിവരെ കടലാക്രമണം തടയാനാകും. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കടലാക്രമണം രൂക്ഷമാകുമ്പോൾ 3 മാസം വരെ വാടക വീടുകളിലേക്ക് മാറുകയാണ് തീരദേശവാസികൾ ഇപ്പോൾ ചെയ്യുന്നത്. പലരും സ്ഥലവും വീടും വിറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. കഴിഞ്ഞ കടലാക്രമണത്തിൽ വീട് നഷ്ടമായവർ വീണ്ടും പുതിയവ നിർമ്മിച്ചു തുടങ്ങുകയാണ്.
ഏതായാലും ആശങ്കകൾക്ക് അറുതിയില്ലാത്ത മേഖലയായി തീരദേശം മാറിത്തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇപ്പോഴും പരിഹാരം അകലെയാണ്. അമൃത ന്യൂസ്, കൊച്ചി. പകർച്ചവ്യാധി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. 4 ദിവസത്തിനിടെ ജില്ലയിൽ വയറിളക്കം പിടിപെട്ടത് 505 പേർക്ക്. 100ഓളം പേർ നിരീക്ഷണത്തിലാണ്. ഇതിനിടെ ആറാട്ടുപുഴയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. പ്രദേശത്തെ സ്കൂളുകളും അങ്കണവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്കു നീട്ടി. മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം ജില്ലയിൽ 4 ആയി. മഴ കനക്കും മുൻപ് തന്നെ ജില്ലയിൽ പകർച്ചവ്യാധികൾ ഭീതി പരത്തുകയാണ്. ചേർത്തലയിൽ ജപ്പാൻ ജ്വരവും ജില്ലയിലെ വിവിധയിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരവും പടർന്നു പിടിച്ചതിന് പിന്നാലെയാണ് ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആശങ്കയായി ഷിഗല്ല രോഗവും ഭീതി പടർത്തുന്നത്. നിരവധി കുട്ടികൾക്ക് പ്രദേശത്ത് വയറിളക്കം പിടിപെട്ടിരുന്നു. പലരിലും മാരകമായ ബാക്ടീരിയൽ അണുബാധയായ ഷിഗല്ല രോഗലക്ഷണവും കണ്ടെത്തി. ചികിത്സ തേടിയ 5 പേരിൽ 4 കുട്ടികൾക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് രോഗവ്യാപനമുണ്ടായത്. ഇവിടങ്ങളിലായി 100ഓളം പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരിലേറെയും കുട്ടികളാണ്. ഇതോടെയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി സ്കൂൾ തുറക്കുന്നത് നീട്ടാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശുപാർശ ചെയ്തത്. നമ്മൾ ഹെൽത്തുമായി ചേർന്ന് മുഴുവൻ വീടുകളിലും നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തി, അനൗൺസ്മെൻറ്റ് നടത്തി. നമ്മൾ ക്ലോറിൻ ടാബ്ലറ്റ് വിതരണം ചെയ്തു, ORS വിതരണം ചെയ്തു. അങ്ങനെ വളരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. രോഗം കൂടുതൽ പടർന്നു പിടിക്കുന്നതിന് മുൻപ് പ്രതിരോധം തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അതേസമയം ജില്ലയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 4 ആയി. ശക്തമായ പനി, വയറുകടി, വയറുവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണമുള്ളവരെ ആരോഗ്യപ്രവർത്തകർ നിരീക്ഷണത്തിലാക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അവർ ആശുപത്രി വിട്ടുവെങ്കിലും നിരീക്ഷണം തുടരുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം വരുത്തുന്ന വീഴ്ച ജില്ലയിൽ കൂടുതൽ പ്രതിസന്ധികൾക്ക് വഴിതെളിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 13-കാരി മരിച്ചു. നെന്മാറ ചക്കാത്തറയിൽ രാമൻ അംബിക ദമ്പതികളുടെ മകൾ രാജേശ്വരിയാണ് മരിച്ചത്. 2 ആഴ്ച മുമ്പാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. മെയ് 14 ഉച്ചയ്ക്ക് വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കെ മൂർഖന്റെ കടിയേൽക്കുകയായിരുന്നു. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വൈകിട്ട് കുട്ടിയുടെ പിതൃസഹോദരനും ഭാര്യയും ജോലി കഴിഞ്ഞെത്തിയപ്പോൾ രാജേശ്വരിയെ വായിൽ നുരയും പതയും വന്ന നിലയിൽ ബോധരഹിതയായി കാണുകയായിരുന്നു. തൊടുപുഴ സ്മിത ആശുപത്രിയിൽ നഴ്സിന്റെ ആത്മഹത്യാശ്രമം. മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് ആരോപണം. നഴ്സ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജോലിക്കിടയിലായിരുന്നു ആത്മഹത്യാശ്രമം. UNA യൂണിറ്റ് സെക്രട്ടറിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ, സൂപ്പർവൈസർ എന്നിവർ തുടർച്ചയായി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ആലപ്പുഴ പാനൂരിൽ പെരുന്നാൾ ദിനത്തിൽ നവവധുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകി. പാനൂർ സ്വദേശി 19 വയസ്സുള്ള ഫാത്തിമയാണ് സ്വന്തം വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു ഫാത്തിമയും പുന്നപ്ര സ്വദേശി നൌഫലും തമ്മിലുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് 38 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് നവവധു ജീവനൊടുക്കിയത്. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. കോഴിക്കോടിനെ ഭക്തിസാന്ദ്രമാക്കി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തുടരുന്നു. അമ്മയുടെ ദർശന പുണ്യത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാദസ്പർശത്താൽ ആത്മീയ നിർവൃതിയിലാണ് കോഴിക്കോടിന്റെ മണ്ണ്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനെത്തിയ അമ്മയെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പൗരപ്രമുഖർ സ്വീകരിച്ചത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലൻ, MLA-മാരായ K ജയന്ത്, പ്രവീൺ കുമാർ എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു വരവേറ്റു. അമ്മയുടെ കാരുണ്യഹസ്തത്താൽ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണവും വേദിയിൽ നടന്നു. കോഴിക്കോട് അമൃതാനന്ദമയി മഠം പുറത്തിറക്കിയ അമൃതപ്രസാദം സുവനീർ ആചാര്യ MR രാജേഷ് ഹൈക്കോടതി ജഡ്ജി P ഗോപിനാഥന് നൽകി പ്രകാശനം ചെയ്തു. സ്നേഹത്തിലൂന്നിയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഭക്തമനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും പകർന്നു. സൃഷ്ടിയുടെ സൗന്ദര്യം നാനത്വത്തിലാണെന്ന് അമ്മ പറഞ്ഞു. പ്രകൃതി മഹാശക്തിയാണ്. രക്ഷിക്കാൻ കഴിവുള്ളവന് ശിക്ഷിക്കാൻ കഴിവുണ്ടെന്നും നമ്മൾ മറക്കരുത്. ഇനി ക്ഷമിച്ചാൽ മക്കൾ നന്നാകില്ല എന്ന് പ്രകൃതി തോന്നി തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രകൃതി മുന്നിൽ വിനയപൂർവ്വം നമ്മൾ സ്നേഹിക്കാനും ആരാധനിക്കാനും ശ്രമിക്കുക. സനാതനധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, നാനാത്വത്തിൽ ഏകത്വം കാണാനാണ് നമ്മളെ പഠിപ്പിച്ചത്.
അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഗാന സ്തുതിയുടെ പ്രവാഹത്തിൽ ഭക്തർ ആനന്ദലഹരിയിലാണ്ടു. തുടർന്ന് അമ്മയ്ക്കായി മക്കളുടെ ഭക്തി നിർഭരമായ ആരതി. വർഷത്തിനു ശേഷം വീണ്ടും കോഴിക്കോടെത്തിയ അമ്മയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹത്തിനുമായി ആയിരങ്ങളാണ് വെളിമാട് കുന്നിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ എത്തുന്ന അവസാന ഭക്തനും ദർശനമേകി അമ്മയുടെ കോഴിക്കോട് സന്ദർശനം നാളെ പൂർത്തിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. അമ്മയെ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ സുവർണ നിമിഷമെന്ന് കൊയിലാണ്ടി MLA കെ പ്രവീൺകുമാർ പറഞ്ഞു. അമ്മയുടെ പാദസ്പർശം കൊണ്ട് ഈ കോഴിക്കോട് ഒരിക്കൽ കൂടി അനുഗ്രഹീതമായി. അമ്മയുടെ അനുഗ്രഹം കോഴിക്കോട്ടുകാർക്കും കോഴിക്കോടിനും എന്തും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സമൂഹത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് അമ്മയെന്ന് ഗോകുലം ഗോപാലൻ. പ്രകൃതിയെ കാണാനും മനസ്സിലാക്കാനും അമ്മ പഠിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ അമ്മ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയെ സ്നേഹിക്കുകയാണ്. പ്രകൃതിയോട് നമ്മൾ കൂടിച്ചേരുക, പ്രകൃതിയെ കണ്ട് പഠിക്കുക. പ്രകൃതി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആ പ്രകൃതി നമുക്കെല്ലാം പ്രകൃതിയാണ്. അതാണ് നമ്മളെ അമ്മ പഠിപ്പിച്ചത്. നമ്മൾ നല്ല കാര്യങ്ങൾ, പ്രപഞ്ചത്തിൽ അവാച്യമായ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് അമ്മയിൽ കൂടി നമ്മൾ കാണുകയാണ്. ആ ശക്തിയിൽ കൂടി നാം ദൈവത്തെ കാണുക, അമ്മയെ കാണുക. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ള ഇത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. നന്ദി. അമ്മയുടെ പാദസ്പർശം കൊണ്ട് കോഴിക്കോട് അനുഗ്രഹീതമായെന്ന് കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് പറഞ്ഞു. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ അമ്മയെ കാണുവാനും അനുഗ്രഹം തേടുവാനും നമുക്കെല്ലാവർക്കും സാധിച്ചത് ഈ നാടിൻ്റെ പുണ്യമായി കരുതുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം ഈ മണ്ണിലേക്ക് കടന്നു വന്ന അമ്മയുടെ കാൽപാദം കൊണ്ട് ഈ മണ്ണ് അനുഗ്രഹത്തിന് വിധേയമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന അമ്മക്ക് ശതകോടി പ്രണാമം. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് മറുപടിയുമായി അങ്കണവാടിയിൽ ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ട് വൈറലായ ശംഖു. താൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനല്ലെന്ന് ശംഖു വീഡിയോയിലൂടെ മന്ത്രിക്ക് മറുപടി നൽകി. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ശംഖു രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനാണെന്ന പരാമർശം മന്ത്രി നടത്തിയത്. ശംഖുവിനെ ആശ്വസിപ്പിച്ച് മുൻ മന്ത്രി വീണ ജോർജും സമൂഹമാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചു. എൻ്റെ അപ്പാവിടെ ഒരു ഓമനും എൻ്റെ അമ്മാവിടെ പേര് തങ്കപ്പൻ. ഇത്രയുള്ള കാര്യം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG നിലനിർത്തിയതിന് പിന്നാലെ ഫ്രാൻസിൽ ആരാധകരുടെ തെരുവ് യുദ്ധം. ആഹ്ലാദ പ്രകടനവുമായി ആയിരക്കണക്കിന് ആരാധകരാണ് തെരുവിലിറങ്ങിയത്. ഇതിന് പിന്നാലെ പലയിടത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. PSG ആരാധകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 780 പേർ അറസ്റ്റിലായി. സംഘർഷത്തിൽ 219 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 9 പേരുടെ നില ഗുരുതരമാണ്. പാരീസിൽ ട്രെയിൻ, ബസ് ഗതാഗതം താറുമാറായി. മത്സരത്തിന് മുന്നോടിയായി രാജ്യവ്യാപകമായി 22,000 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. വിവിധ മെട്രോ സ്റ്റേഷനുകളും ട്രാം ലൈനുകളും ബസ് റൂട്ടുകളും താൽക്കാലികമായി അടച്ചിരുന്നെങ്കിലും പാരീസിലേക്ക് ആരാധകരുടെ പ്രവാഹമായിരുന്നു. ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന IPL ഫൈനൽ ഇന്ന് അഹമ്മദാബാദിൽ. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതലാണ് കിരീട പോരാട്ടം.